ഈ അധിനിവേശ ശ്രമവുമായി ബന്ധപ്പെട്ടാണ് അടുത്തൊരു ചോദ്യം. നമുക്കറിയാം, ഈ വഖഫുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു, അത് JPCക്ക് വിട്ടിരിക്കുന്നു. നമുക്കറിയാം, ചെറായി മുനമ്പം പ്രദേശത്ത് 610ഓളം കുടുംബങ്ങളെയാണ് ഈ വഖഫിന്റെ ഒരു അനധികൃത രീതിയിലുള്ള ഒരു അധിനിവേശ ശ്രമങ്ങൾ അവരെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ വഖഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെ ഒരു മതപ്രഭാഷകൻ, നമ്മുടെ ചങ്ങനാശ്ശേരി SB കോളേജൊക്കെ ബ്രിട്ടീഷുകാരാണ് ക്രിസ്ത്യാനിക്ക് കൊടുത്തിട്ട് പോയത് എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. അതിനോടുള്ള പിതാവിന്റെ പ്രതികരണം, ഒപ്പം തന്നെ ഈ വഖഫ് നിയമ ഭേദഗതിയെ പിതാവ് എങ്ങനെ നോക്കണം? നമ്മള് എപ്പോഴും ഓർക്കേണ്ടത്, ഇപ്പൊ വഖഫ് നിയമ ഭേദഗതി അത് അതിൻ്റെതായ ന്യായങ്ങൾ അവര് പരിഗണിക്കട്ടെ. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പോ നമ്മുടെ ചേറായി മുനമ്പം പ്രദേശങ്ങളില് 500ഓളം വീടുകള് അവർക്ക് പട്ടയമുള്ള വീടുകളാണ്, അവർക്ക് ആധാരമുണ്ട്, അവരെല്ലാം ഇറങ്ങിപ്പോകേണ്ട ഒരു വല്ലാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. അതെന്താണ് അങ്ങനെ വരുന്നത്? അതുപോലെ അങ്ങനെയുള്ള ചില സംശയങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒരു ക്ലാരിറ്റി അതിന് വരുന്നത് നല്ലതാണ് എന്നാണ്. നമ്മുടെ ക്രൈസ്തവ സ്ഥാപനങ്ങള് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ വരാത്തതിന്റെ കാരണം, ഇതെല്ലാം തന്നെ നമ്മൾ കൂടുതലും നമ്മുടെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ നമ്മൾ വില കൊടുത്ത് മേടിച്ചതാണ്. ഇപ്പൊ SB കോളേജ് ഇരിക്കുന്ന സ്ഥലം ചാൾസ് ലവീഞ്ഞ് പിതാവ് വില കൊടുത്ത് മേടിച്ച സ്ഥലമാണ്. അത് കഴിഞ്ഞ് കുര്യാളശ്ശേരി പിതാവ് വന്നപ്പോൾ അദ്ദേഹവും ബാക്കി മേടിച്ചു. ഈ സ്ഥലങ്ങളെല്ലാം നമ്മൾ മേടിച്ചതാണ്, അല്ലാതെ നമുക്ക് ലഭിച്ചതല്ല. അതേസമയം നമുക്ക് ചില പഴയ പുരാതനമായ ചില ദേവാലയങ്ങൾ, അന്നത്തെ നാടുവാഴികൾ നമുക്ക് തന്നിട്ടുണ്ട്, സ്ഥലങ്ങൾ തന്നിട്ടുണ്ട്. അത് അവരുടെ മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ട് നമ്മളും ആ നന്ദി അവരോട് എന്നും കാണിച്ചിട്ടുണ്ട്, അവർക്കും ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പൊ തന്നെ ചങ്ങനാശ്ശേരി പട്ടണത്തിൽ തന്നെ പല സ്ഥലങ്ങളും പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിലും പോസ്റ്റ് ഓഫീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്കൂളുകൾ ഒക്കെ പണിയേണ്ട ആവശ്യം വന്നപ്പോൾ പള്ളിയുടെ കൈവശം വരുന്ന സ്ഥലങ്ങൾ നമ്മൾ ഔദാര്യപൂർവ്വം കൊടുത്തിട്ടുണ്ട്. വഴിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ തിരിച്ചു പിടിക്കാൻ ചെല്ലുന്നുണ്ടോ? ഒന്നുമില്ല. അതെല്ലാം അവര് എടുക്കട്ടെ എന്നുള്ള രീതിയിലാണ്. നല്ല രീതിയിൽ അത് നമ്മുടെ പൊതുജനത്തിന് പ്രയോജനപ്രദമായിട്ട് മാറുന്നുണ്ടല്ലോ. പക്ഷേ നമ്മുടെ ഈ സ്ഥാപനങ്ങൾ, കാഞ്ഞിരപ്പള്ളി SD കോളേജിന്റെ സ്ഥലം, അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതൊന്നുമല്ല. അത് SD കോളേജ് തുടങ്ങിയിട്ട് അത് 1960കളിലാണ് അത് ആരംഭിച്ചത്. ബ്രിട്ടീഷുകാരുടെ കാലത്തൊന്നും തുടങ്ങിയതൊന്നുമല്ല. SB കോളേജ് 1922 ആരംഭിച്ചത്. അത് ഇപ്പൊ ശതാബ്ദി ആഘോഷിച്ചു കഴിഞ്ഞു. അന്ന് അത് ലവീഞ്ഞ് പിതാവും അതുപോലെ ലവീഞ്ഞ് പിതാവ് തുടക്കമിട്ടതും അതേസമയം കുര്യാളശ്ശേരി പിതാവിന്റെ കാലത്ത് ആരംഭിച്ചതുമായ ഒരു കോളേജാണത്. അതെല്ലാം നമ്മുടെ ആൾക്കാരുടെ പിടിയേരി പിരിച്ച് ഒത്തിരി കഷ്ടപ്പെട്ട് പണിത ഓരോ കെട്ടിടങ്ങളുമാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അനാവശ്യമായ അവകാശവാദങ്ങൾ ഒരിടത്തും വെച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ആ ഒരു സാമാന്യ മര്യാദ എല്ലാ സമുദായങ്ങളിൽ നിന്നും നമ്മളും പ്രതീക്ഷിക്കുകയാണ്. പിതാവ് നേരത്തെ പരിശുദ്ധ കുർബാനയുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പ്രതിപാദിച്ചിരുന്നു. എന്തുകൊണ്ടാണ് പിതാവേ ഒരു അനന്തമായിട്ട് ഒരു തർക്കം നീണ്ടുപോകുന്നത്? അതിന്റെ പിന്നിൽ ഇപ്പൊ സഭയിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ ഇങ്ങനെ പ്രശ്നം അനന്തമായി നീണ്ടു പോകണമെന്ന് പുറമേ നിന്നുള്ള ഏതെങ്കിലും ഒരു ശക്തികളെ അത്തരത്തിലൊരു ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം പിതാവിന്റെ ഒരു? നമ്മുടെ സഭയിലെ പ്രശ്നങ്ങൾ അവസാനിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഉറപ്പായിട്ടും. അത് പുറത്താണോ അകത്താണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ചിലർക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവരൊരിക്കലും ഇത് തീരാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ സംഘടനകളൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ആഘോഷമായിട്ട് ജീവിച്ച് സന്തോഷമായിട്ട് പോകുന്നു. അവർക്ക് എല്ലായിടത്തും വേദി കിട്ടുന്നു. ഇതുവരെ വേദി കിട്ടാത്തവർക്കൊക്കെ പുതിയ പുതിയ വേദികൾ കിട്ടുന്നു. അവർക്ക് മീഡിയയിൽ ഭയങ്കര അറ്റൻഷൻ കിട്ടുന്നു. അങ്ങനെ ഈ പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിലയില്ലാണ്ടാവും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇത് തീരണമെന്ന് അവർ ആഗ്രഹിക്കുമെന്ന്. മറ്റ് ശക്തികൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തുടക്ക നാളുകളിലൊക്കെ തോന്നിയിരുന്നു അങ്ങനെ ഉള്ളതായിട്ട്. കാരണം നമ്മുടെ കന്യാസ്ത്രീ സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില ഇടപെടലുകളും ഒക്കെ കണ്ടപ്പം തോന്നി, ഇത് നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ, വളരെ നിഷ്കളങ്കമായ സംഭവമൊന്നും അല്ലല്ലോ, വേറെ പലരും ഒക്കെ ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. പിന്നെ ഇതിന് കിട്ടുന്ന വലിയ ഒരു സാമ്പത്തിക പിന്തുണ ഇത് എവിടെ നിന്ന് കിട്ടും? സാധാരണ മനുഷ്യൻ മാർപ്പാപ്പയ്ക്കെതിരെ സമരം ചെയ്യാൻ കാശ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണ കത്തോലിക്കൻ വിശ്വാസി മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യത്തിനെതിരെ സമരം ചെയ്യാൻ ഒരു നല്ല വിശ്വാസി പണം കൊടുക്കുമോ? ഒരിക്കലും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ പണമൊക്കെ എവിടെ വരുന്നു? എങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നമുക്കുണ്ട്. അതാരെങ്കിലും ദൂരീകരിച്ച് തരുവാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ ഈ പ്രശ്നം തീരാത്തതിന്റെ കാരണം അതിനകത്ത് മെത്രാന്മാരും എല്ലാവരും ഉണ്ട്. കാരണം ഞങ്ങൾ ഒരുപക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഒന്നാമതായിട്ട് ജനത്തെ വേണ്ട രീതിയിൽ കാറ്റഗൈസസ് കൊടുത്തില്ല. വത്തിക്കാനിൽ നിന്ന് പരിശുദ്ധ പിതാക്കന്മാര് ഞങ്ങളോട്, മെത്രാന്മാരോട്
വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ്, നിങ്ങൾ നിങ്ങളുടെ ജനത്തിന് ശരിയായ വിശ്വാസ പരിശീലനം കൊടുക്കണം. കുർബാന എന്താണ്, നിങ്ങളുടെ സഭ എന്താണ്. ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് മാർപ്പാപ്പ ചൊല്ലുന്ന പോലെ കുർബാന ചൊല്ലിയാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ, എന്നാ പിന്നെ മാർപ്പാപ്പായുടെ സഭ, അതായത് മാർപ്പാപ്പ തലവനായിരിക്കുന്നതിൽ ലത്തീൻ സഭയിൽ പോയി ചേർന്നാൽ പോലെ എന്നൊരു ചോദ്യമുണ്ട്. അതവർക്ക് അറിയത്തില്ല അതിന് മറുപടി പറയാൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സീറോ മലബാർ സഭ എന്ന് പറയുന്ന ഒരു സഭ നിലനിൽക്കുന്നത്? സീറോ മലബാർ സഭയ്ക്ക് വ്യത്യസ്തമായ ഒരു ആരാധനാക്രമം ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു സഭയ്ക്ക് അസ്തിത്വം എന്താണ്? ഇപ്പോ കഴിഞ്ഞ ദിവസം അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവ് ഇംഗ്ലണ്ടിൽ ചെന്ന് പറഞ്ഞ, ഇംഗ്ലണ്ടില് നമ്മുടെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ ചെന്ന് പറഞ്ഞ ഒരു കാര്യം പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് ഞാൻ വായിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഇംഗ്ലണ്ടിൽ കത്തോലിക്ക പള്ളികൾ ഇല്ലാഞ്ഞിട്ടല്ല ഒരു സീറോ മലബാർ രൂപത ഇവിടെ അനുവദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാരമ്പര്യവും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പാരമ്പര്യവും നിങ്ങളുടെ ആരാധനാക്രമവും പരിരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സാർവത്രിക സഭ നിങ്ങൾക്ക് ഒരു രൂപത അനുവദിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്നും പരിരക്ഷിക്കാതെ മറ്റ് സഭകൾ ചെയ്യുന്നത് തന്നെ ചെയ്യാനായിട്ടാണെങ്കിൽ അതിനകത്ത് അസ്തിത്വമില്ല, അസ്തിത്വത്തിന് അർത്ഥമില്ല. അപ്പൊ ഇത് നമ്മുടെ ജനത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയാൽ അവർക്ക് അതിനകത്ത് വലിയ സങ്കടം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണല്ലോ സീറോ മലബാർ സഭയിലെ ഭൂരിഭാഗം രൂപതകളിലും ദൈവജനത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവര് സന്തോഷമായിട്ട് കുർബാനയിൽ വന്ന് പങ്കെടുക്കുന്നു, സമാധാനമായിട്ട് പോകുന്നുണ്ട്. അപ്പോ ഒന്നാമതായിട്ട് ഇടയന്മാര് ഞങ്ങൾ എടുക്കേണ്ട നടപടികൾ എടുത്തില്ല, അതാണ് ഇത് നീണ്ടുപോകാൻ കാരണം. രണ്ടാമതായിട്ട് ഇതിനകത്ത് പ്രാദേശിക വിദ്വേഷം വളരെ ശക്തമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. പ്രാദേശിക വിദ്വേഷം, ഓരോരോ കാര്യങ്ങൾ ആ ഓരോ പ്രദേശത്തിന്റെ തലയ്ക്ക് വെച്ച് കെട്ടിക്കൊടുത്ത് ഇത് ഒരു പ്രത്യേക സ്ഥലത്തിന് ആൾക്കാർ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സിനഡില് ആധിപത്യം ആർക്കാണ്? എല്ലാവർക്കും കൂടിയാണ് ആധിപത്യം. സിനഡില് അങ്ങനെ സിനഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തലവന്റെ കീഴിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. അത് ഏത് പ്രദേശത്തു നിന്ന് വന്നെന്നോ ഒന്നുമില്ല. നാളെ അത് ആർക്കും ആ സ്ഥാനങ്ങളിലേക്കൊക്കെ വരാം. അതാണ് സിനഡിന്റെ മനോഹാരിത. പക്ഷേ എങ്കിലും ഇതിങ്ങനെ പ്രാദേശിക വിദ്വേഷം വളർത്തി ഓരോ കൊച്ചു കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ, അത് ഇവർക്കൊന്നും അറിയത്തുപോലും ഇല്ല എന്നതാന്ന്. അവരങ്ങ് വെറുതെ ആരോ പറയുന്നത് കേട്ട് അങ്ങ് ആവർത്തിച്ചങ്ങ് പോവാണ്. പ്രാദേശിക വിദ്വേഷം ഒരു വലിയ ഘടകമാണ് ഇതിനകത്ത്. ചില പള്ളികളിലൊക്കെ ചില രൂപതകളെ ഒക്കെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പിതാക്കന്മാരെ നമ്മുടെ മൺമറഞ്ഞു പോയ പിതാക്കന്മാരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങള്, കത്തുകൾ എഴുതി വായിക്കുക, ഇതൊക്കെ സത്യത്തിൽ വേദനാജനകമായിട്ട് തോന്നി. മൂന്നാമതൊരു പ്രധാനപ്പെട്ട ഘടകം എനിക്ക് തോന്നുന്നു വൈദികരുടെ ഇടയിൽ വളർന്നു വന്ന ലിബറലിസമാണ്. ലിബറലിസം അത് സഭയെ നശിപ്പിക്കും. ലിബറലിസം എന്ന് പറഞ്ഞാൽ അവനവനിസമാണ്. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, നീയായിട്ട് എന്റെ കാര്യത്തിൽ ഒന്നും ഇടപെടാൻ പാടില്ല. ഇന്ന് ആ ലിബറലിസത്തിന് വേണ്ടി അവർ മെത്രാന്മാരെ എതിർക്കുന്നു. നാളെ ചിലപ്പോൾ ജനത്തെ എതിർത്തെന്ന് വരും, ജനം അവരെ എതിർത്തെന്ന് വരും. അപ്പൊ ഇന്ന് എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. കാരണം മെത്രാന്മാർക്കെതിരെ ആകുമ്പോൾ ഒരു ആവേശമൊക്കെ കാണുമല്ലോ. കാരണം അധികാരികളെ തോൽപ്പിക്കുന്നതിന്റെ ഒരു വലിയ ഒരു സന്ദേശം. മെത്രാന്മാരെന്നുള്ള അധികാരികളെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. കാരണം നമുക്ക് പോലീസ് ഇല്ല, പട്ടാളം ഇല്ല, ഫോഴ്സ് ഇല്ല, ഒന്നുമില്ല. നമുക്ക് ആ പാടെയുള്ള ഒരു ഇടയലേഖനം, അത് വിശ്വാസികൾ അങ്ങ് അംഗീകരിക്കുമ്പോൾ അതാണ് നമ്മുടെ കരുത്ത്. അപ്പോ ദുർബലരായ അധികാരികളെ തോൽപ്പിച്ച് ആവേശം കൊള്ളുന്ന ഒരു രീതിയിലേക്ക് അതങ്ങ് മാറിയിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കാം ഈ പ്രശ്നം ഇങ്ങനെ നീണ്ടുപോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് സങ്കടമുണ്ട്. പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഈ സഭ വരും. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ ലോകത്ത് എല്ലായിടത്തും സീറോ മലബാർ സഭയിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ തീരുമാനം കൊണ്ട് വന്നിട്ടുള്ള ഒരു യൂണിറ്റി, ഒരു ഐക്യബോധം വളരെ വലുതാണ്. എല്ലായിടത്ത് ചെന്നാലും ഒരേ രീതിയിൽ നമ്മളെല്ലാവരും സീറോ മലബാറുകാരാണ് എന്ന് പറഞ്ഞ് ഒരുമിച്ച് ഓടിക്കൂടുന്ന മനുഷ്യര്, ഏത് പ്രദേശത്തു നിന്ന് വന്നവരാണെങ്കിലും നമ്മളെല്ലാം ഒരുമിച്ച് ഒരു സഭയാണെന്ന് പറയുന്ന മനുഷ്യരുടെ എണ്ണം കൂടി വരുന്നു. എനിക്ക് തോന്നുന്നു അത് തീർച്ചയായിട്ടും വളർത്തിക്കൊണ്ടുവരും. ഇച്ചിരിയുടെ സമയം എടുക്കുമായിരിക്കും ഞാൻ വിചാരിക്കും. പിതാവ് പൈതൃകത്തിന്റെ ഒരു കാര്യം പറഞ്ഞു. ഈ ഒരു കാലഘട്ടത്തിൽ പിതാവ് നമ്മുടെ പ്രത്യേകിച്ച് സീറോ മലബാർ സഭ അതിന്റെ ഒരു പാരമ്പര്യങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്, അത് ആരാധനാക്രമത്തിൽ മാത്രമല്ല, നമ്മുടെ വേഷവിധാനങ്ങളിൽ, നമ്മുടെ ഒരു ഭക്ഷണ ശൈലി, നമ്മുടെ അഭിസംബോധന പോലും. മറു സൈഡിൽ നാം നോക്കുമ്പോൾ ചില പ്രത്യേക വിഭാഗക്കാർ അവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി സമൂഹത്തിൽ ഒരു ചാർത്തി കഴിഞ്ഞിരിക്കുന്നു. അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, അവരുടെ ഒരു അഭിസംബോധനയായിക്കോട്ടെ, വേഷവിധാനങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ. അപ്പോൾ ഒരു പാരമ്പര്യത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് അനിവാര്യമല്ലേ? അതിൽ ഒരു ചരിത്ര അവബോധം വളരെ ഒരു നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നില്ല? തീർച്ചയായിട്ടും. നമ്മുടെ സമൂഹം, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റേത് കമ്മ്യൂണിറ്റിയെക്കാളും സാർവത്രിക വിദ്യാഭ്യാസം കിട്ടിയ ഒരു സമൂഹമാണ്, സാർവത്രികമായ എക്സ്പോഷർ കിട്ടിയ ഒരു സമൂഹമാണ്. നമ്മൾ ഇവിടെയുണ്ട്, നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി, നമ്മൾ
നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പോയി. നമ്മളില്ലാത്ത സ്ഥലമില്ല. ഈ അടുത്ത നാളെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞല്ലോ, നിങ്ങൾ ലോകം മുഴുവനുണ്ട്. അപ്പോ ലോകം മുഴുവനുമുള്ള സംസ്കാരങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, ഭക്ഷണവും രീതികളും എല്ലാം. അത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലതാണ്. അത് സ്വീകരിക്കരുതെന്ന് നമുക്കൊരു നിലപാടെടുക്കാനും പറ്റിയല്ല. പക്ഷേ നമ്മുടേത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ദാറ്റ്. നമ്മുടെ ട്രഡീഷൻസ് എന്താണ്, അത് വേഷങ്ങളിലും വിശ്വാസത്തിലും ആചാരങ്ങളിലും ഭക്ഷണത്തിലും ഒക്കെ ഒരു നസ്രാണി പാരമ്പര്യം എന്താണ് എന്ന് അറിഞ്ഞിരിക്കുക, അത് ജീവിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഞാൻ ജർമ്മനിയിലൊക്കെ ആയിരുന്നു, ബയേണിൽ ഒക്കെ ശുശ്രൂഷ ചെയ്ത സമയത്ത് ചില വിശേഷ ദിവസങ്ങളിൽ അവരുടെ ബയറിഷ് ട്രഡീഷണൽ ഡ്രസ് ഇട്ടുകൊണ്ട് പള്ളിയിലൊക്കെ വരും. വളരെ മനോഹരമാണത് കാണാൻ. അത് മെനക്കേടാ, അതൊക്കെ ഇടാനൊക്കെ മെനക്കേടാണ്. അവര് പറയുന്നത് വലിയ പാടാ. ഏറ്റവും എളുപ്പം ജീൻസും ടോപ്പും ആണെങ്കിലും ഇത് പാടാ. പക്ഷെ അവരത് ഇട്ടുകൊണ്ട് വരും. അത് അവരങ്ങ് ദേ ആർ സെലിബ്രേറ്റിംഗ് ദെയർ ഐഡന്റിറ്റി. അവരുടെ സ്വത്വബോധം അവര് ആഘോഷിക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടേതായ പാരമ്പര്യങ്ങളും നമ്മുടേതായ രീതികളും നമ്മുടേതായ കലകളും നമ്മുടേതായ ആരാധനാ ഭാഷയും, സുറിയാനി, അതുപോലെ മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങള്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോടുള്ള ഒരു അടുപ്പം നമ്മളെ കൂടുതൽ ഒരുമിച്ച് നിൽക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ സുറിയാനിക്കാരാണെന്ന് ഈ അടുത്ത നാളിൽ നമ്മൾ പഠിച്ച കാര്യമല്ലല്ലോ. നമ്മുടെ കാരണവന്മാര് കാലാകാലങ്ങളായിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് നമ്മൾ സുറിയാനിക്കാരാണ്. ഈ അടുത്ത നാളിലാണ് നമ്മൾ സുറിയാനിക്കാരല്ലെന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേര് പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഉടനെ അല്ലാതാവുമോ? അപ്പോൾ നമ്മുടെ ബേസിക്കലി ഒരു ട്രഡീഷൻ ഉണ്ട്, അതിനെ നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം പിതാവേ, ഈ അടുത്ത ദിവസം ഈ CPM നേതാവ് P. ജയരാജന്റെ ഒരു അഭിമുഖം വളരെയധികം ചർച്ചയായി മാറിയിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഒരു ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് യുവാക്കൾ ആകർഷിതരാകുന്നു, IS-ലേക്കൊക്കെ പോകുന്നു എന്നൊക്കെ പറയുന്നത് വളരെ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് യാഥാർത്ഥ്യം തന്നെയാണ്. സഭയാണെങ്കിൽ സഭയിലെ വിവിധ സംഘടനകളാണെങ്കിൽ അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചതാണ്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, പലപ്പോഴും നമ്മൾ കൃത്യമായിട്ടൊരു അവബോധം കൊടുത്തിട്ട് നമ്മുടെ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് ഈ പ്രണയക്കെണികളിലേക്കൊക്കെ വീണ്ടും വീണ്ടും വീണുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഈ ലഹരിയൊക്കെ ബന്ധപ്പെട്ട് കേസുകളുടെ ഒരു പാറ്റേൺ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു കെണിയുടെ ഒരു സ്വഭാവമുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു പാറ്റേൺ നമുക്ക് കൃത്യമായി ദർശിക്കാൻ സാധിക്കും. അതിൽ പിടിക്കപ്പെടുന്നവരുടെ ഒരു അനുപാതം ഒക്കെ എടുത്ത് നോക്കുമ്പോൾ. പക്ഷെ എത്ര പഠിച്ചിട്ടും അല്ലെ എത്ര പഠിപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ അമ്പാറ്റകളെ പോലെ ഇങ്ങനെ അതിലേക്കൊക്കെ ചെന്ന് വീഴുന്നത് നമ്മുടെ കുട്ടികൾ? എന്റെ ഒരു വലിയ ബോധ്യം, നമ്മുടെ കുടുംബങ്ങൾ കുറച്ചും കൂടെ ഹൃദ്യതയുള്ള കുടുംബങ്ങളായിട്ട് മാറണം. ഈ കുട്ടികൾ ഈ ഹൃദ്യത തേടി അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്, സുരക്ഷിതത്വം തേടി പോകുന്നുണ്ട്, സാമ്പത്തിക സുരക്ഷിതത്വം തേടി. അപ്പന്മാര് കള്ളുകുടിച്ച് അല്ലെങ്കിൽ കുടുംബം നോക്കാതെ നടക്കുമ്പം പെൺപിള്ളേര് അവരുടെ അതിജീവനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അരക്ഷിതാവസ്ഥകളുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊക്കെയുള്ള കെണികൾ തിരിച്ചറിയാൻ പറ്റാതെ അതിനകത്തൊക്കെ പെട്ടുപോകുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഒത്തിരി സീരിയസ് ആണെന്ന് ഒരു പരാതി എനിക്കുണ്ട്. അപ്പന്മാരൊന്നും വീട്ടിൽ കയറിയാൻ മിണ്ടത്തില്ല, ഭയങ്കര സീരിയസ് ആണ്. അപ്പനും അമ്മയും തമ്മിൽ വർത്തമാനം വളരെ കുറവാണ്. ഇതൊക്കെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഒരുമിച്ചിരുന്ന് അപ്പനും അമ്മയും മക്കളും കൂടെ വട്ടത്തിലിരുന്ന് വർത്തമാനം പറയുന്ന എത്ര കുടുംബങ്ങളുണ്ട് നമുക്ക്. അപ്പൊ കുടുംബങ്ങളിൽ കുറച്ചും കൂടെ ഹൃദ്യതയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയും കുറച്ചും കൂടെ കുട്ടികളെയൊക്കെ ഒന്ന് സ്നേഹത്തോടെ കരുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി, കുറച്ചുകൂടി ഒരു പോസിറ്റീവ് എൻവയറൺമെന്റ് കുടുംബങ്ങളിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വേറെ എങ്ങും പോകരുതെന്ന് എന്റെ വിശ്വാസം. സ്നേഹം കിട്ടുന്ന കുഞ്ഞുങ്ങൾ, അപ്പന്റെ അമ്മയുടെ സ്നേഹം തിരിച്ചറിയുന്ന പിള്ളേര് വേറെ സ്നേഹമൊന്നും തേടി വേറെ എങ്ങും പോകില്ല. അതാണ് എൻ്റെ ഒരു വലിയ വിശ്വാസം കേട്ടോ. അവരെവിടെ പോയാലും തിരിച്ചു വരും. അവരെ നിങ്ങൾക്ക് എവിടെയും വിടാം. കാരണം അവരൊരിക്കലും നിങ്ങൾ മാതാപിതാക്കളുടെ മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അവർ പ്രവർത്തിക്കുകയില്ല. അവർക്കത് ഭയങ്കര പെയിൻഫുൾ ആണ്. അപ്പന്റെ കണ്ണ് നിറയുന്നത് സഹിക്കാൻ പറ്റാത്ത മക്കള് നമുക്കുണ്ട്. അപ്പൊ നല്ല കുടുംബങ്ങളുണ്ട്. അപ്പൊ കുറച്ചുകൂടെ നമ്മുടെ കുടുംബങ്ങള് കുറച്ചും കൂടെ സ്ട്രോങ് ആവണമെന്നും കുറച്ചും കൂടെ ഹൃദ്യമാകണമെന്നും ഒക്കെ ഉള്ളൊരു സന്ദേശമായിരിക്കാം ഇത് തരുന്നത്. മറ്റൊന്ന്, ഈ ഭൗതിക സമൃദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതി അറിയാതെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയും പണം ഉണ്ടാക്കുക, സുഖമായിട്ട് ജീവിക്കുക, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അതല്ലെന്നും ഏറ്റവും നന്നായിട്ട് ജീവിക്കുകയാണ് പ്രധാനപ്പെട്ടതെന്നും സുവിശേഷാനുസൃതമായിട്ട് ജീവിക്കുകയാണ്, ഈ പറഞ്ഞ പോലെ ആത്മരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നൊക്കെയുള്ള ഒരു ബോധ്യം കുറഞ്ഞുപോയി. മൂന്നാമത്, ഈശോ മിശിഹ ഏകരക്ഷകനാണെന്നും സഭയെന്ന് പറയുന്നത് ഈശോ മിശിഹായുടെ ശരീരമാണെന്നും തുടർച്ചയാണെന്നും ഒക്കെയുള്ള ബോധ്യം കൊടുക്കാൻ നമ്മൾ പരാജയപ്പെട്ടു പോയി. ഈശോ മിശിഹ ഏകരക്ഷകനാണെങ്കിൽ രക്ഷയ്ക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഈശോ മാത്രം. അവന്റെ ശരീരമായ സഭയിലൂടെ മാത്രമേ നമുക്ക് രക്ഷ ഉള്ളൂ. മറ്റുള്ളവർ രക്ഷിക്കപ്പെടുകയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഒരേ ഒരു മാർഗം, വെളിപ്പെട്ട് കിട്ടിയ ഒരേ ഒരു മാർഗം സഭയാണ്. മറ്റുള്ളവരെ കരുണാമയനായ ദൈവം രക്ഷിക്കുമായിരിക്കും. കാരണം ദൈവം ആരും നശിച്ചു പോകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല.
പക്ഷേ വഴികളെ സംബന്ധിച്ച് പറയുമ്പോൾ എന്റെ മുമ്പിൽ ഏറ്റവും വ്യക്തമായിട്ട് വെളിപ്പെട്ടിരിക്കുന്ന വഴി സഭ മാത്രമാണ്. അതുകൊണ്ട് സഭയിൽ നിന്ന് വേറിട്ടൊരു ചിന്ത എനിക്കില്ല എന്നുള്ളൊരു ബോധ്യം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മുടെ മാതാപിതാക്കൾ പലപ്പോഴും വേദപാഠം ഓപ്ഷണൽ ആയിട്ടാണ് കരുതുന്നത്. ഇപ്പോഴും വേദപാഠം ഇല്ലെങ്കിൽ പള്ളിയിൽ പോകാത്ത മാതാപിതാക്കൾ നമുക്ക് കുറെയൊക്കെ ഇപ്പോഴും ഉണ്ട്. അവരെല്ലാം വലിയ എഡ്യൂക്കേറ്റഡ് പാർട്ടികളൊക്കെയാണ്. ഇന്ന് വേദപാഠം ഇല്ല, എന്നാ ഇനി പള്ളി പോകണ്ട, അല്ലെ പിള്ളേരെ പള്ളി വിടത്തില്ല. അപ്പോ വേദപാഠം ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഞായറാഴ്ച പോലും പള്ളി വിടാത്ത മാതാപിതാക്കളൊക്കെ അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇത് പോയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ ഒത്തിരി ഘടകങ്ങൾ അതിനകത്തുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം വളരെയധികം വിവാദങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു സിനിമ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് വളരെ വലുതാണ്. ഇപ്പൊ 2010 ശേഷമുള്ള സിനിമകളുടെ ഒരു പാറ്റേൺ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരെ പിടിച്ചു നിർത്തുന്നത് അവരുടെ ആത്മീയ നേതൃത്വമാണ്. അത് തിരിച്ചറിഞ്ഞ് ഇവർ ആദ്യം ശ്രമിച്ചത് വൈദികരെയും അല്ലെങ്കിൽ മെത്രാന്മാരെയൊക്കെ ഒരു കോമാളി കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കുന്നു. പിന്നീട് കൂദാശകളെ അവഹേളിക്കുന്നു, സമുദായ ബോധത്തെ അവഹേളിക്കുന്ന അല്ലെങ്കിൽ ഹനിക്കുന്ന രീതിയിലുള്ള പ്രസന്റേഷൻസ് ക്രൈസ്തവ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. മറു സൈഡിൽ നോക്കുമ്പോൾ ചില മതവിശ്വാസങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെ അല്ലെങ്കിൽ അവരുടെ ചില പ്രാർത്ഥനകളെ വളരെ ഉദാത്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തീർച്ചയായും ശ്ലാഘനീയമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകണം. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതല്ലേ ഈ സിനിമ പോലുള്ള വളരെ മനോഹരമായിട്ടൊരു കലാരൂപം ഈ മതപരമായിട്ടുള്ള അജണ്ടകൾ തിരികെ കയറ്റാൻ ഉപയോഗിക്കുന്നവർക്കെതിരെയുള്ള ഒരു അന്വേഷണം, അല്ലെങ്കിൽ ചില ഷാഡോ പ്രൊഡ്യൂസേഴ്സ് എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്, അത്തരത്തിലേക്ക് കൂടി ഒരു അന്വേഷണം പോകേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഈ മതത്തെ മതമായിട്ട് കാണാനും തീവ്രവാദത്തെ തീവ്രമായിട്ട് കാണാനും അതുപോലെ ഒരു അധോലോക പ്രവർത്തനങ്ങളായിട്ട് കാണാനും എല്ലാം നമുക്ക് സാധിക്കണം. തീവ്രവാദി ഒരു മതക്കാരനായതുകൊണ്ട് ഞങ്ങൾ അവനെ അന്വേഷിക്കുകയില്ല, അല്ലെങ്കിൽ അധോലോക പ്രവർത്തനം നടത്തുന്ന വേറൊരു മതക്കാരനായതുകൊണ്ട് അന്വേഷിക്കുകയില്ല. ഇങ്ങനെയൊക്കെയുള്ള നിലപാടുകളാണ് തിരുത്തപ്പെടേണ്ടത്. അത് ഈ പറയുന്ന നിഗൂഢമായ അജണ്ടകളോടുകൂടി ആര് പ്രവർത്തിച്ചാലും അതിനെതിരെ ശരിയായ നടപടികൾ ഉണ്ടാവണം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ സമൂഹം ഒത്തിരിയേറെ ശുദ്ധീകരിക്കപ്പെടും. ഇത് എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഇന്ന മതക്കാരനായതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ കരുതുന്ന മനോഭാവങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടുന്നത്. ഒരിടയ്ക്കൊക്കെ നമ്മുടെ ക്രൈസ്തവ ആരാധനയെയും അതുപോലെ ക്രൈസ്തവ സന്യാസികളെയും പുരോഹിതരെയും എല്ലാം വലിയ തിന്മയുടെ പക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള സിനിമകൾ ധാരാളമായിരുന്നു. അത് ഇനിയും ചിലപ്പോൾ കൂടി വരുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലൂടെയും ലക്ഷ്യം വെക്കുന്നത് ഇതാണ്: ഇത് കണ്ട് കൈയടിക്കുന്ന ജനം ഈ സഭയെക്കുറിച്ച് മതിപ്പില്ലാത്തവരായിട്ട് മാറണം. ഈ സഭ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഴപ്പം പിടിച്ച സഭയാണ് എന്നുള്ളൊരു ചിന്ത അവന്റെ തലയിലോട്ട് കയറണം. ഇതൊക്കെയാണ് അവരുടെ ഒരു ലക്ഷ്യം. പക്ഷെ ആ ലക്ഷ്യം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ അഭിമുഖത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ കൂടി. പിതാവിന്റെ ഒരു ഇടയ ശുശ്രൂഷ, പ്രത്യേകിച്ച് വൈദികൻ ആയിരുന്ന ഒരു സമയത്ത്, പിന്നീട് മെത്രാനായതിനു ശേഷമുള്ള സമയത്തുള്ള ഇടയ ശുശ്രൂഷ, ആ ഒരു ഇടയ ശുശ്രൂഷ മനോഹരമായിട്ട് നിർവഹിക്കുന്നതിൽ പിതാവിന്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച ഒരു പരിശീലനം എത്രത്തോളം ഒരു നിർണായകമായിട്ടൊരു ഘടകമായിട്ട്? ഞങ്ങളുടെ വീട് പള്ളിയുടെ തൊട്ടടുത്താണ്. അതുകൊണ്ട് തന്നെ കത്തീഡ്രൽ പള്ളിയുടെ തൊട്ടടുത്താണ്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു 3ാം ക്ലാസ് കഴിഞ്ഞ് ആ സമയത്താണ് കുർബാന കൈക്കൊള്ളപ്പാട് സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ കുർബാനയ്ക്ക് കൂടാനായിട്ട് തുടങ്ങി. അപ്പൊ അൾത്താരയോടുള്ള ഒരു വലിയ ബന്ധം, അതിന് കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു വലിയ പ്രോത്സാഹനം, അത് വളരെ വലുതായിരുന്നു. അങ്ങനെ പിന്നീട് മിഷൻ ലീഗിലെ പ്രവർത്തനം, സംഘടനകളിലെ പ്രവർത്തനം, അൾത്താര ശുശ്രൂഷയും മിഷൻ ലീഗ് പ്രവർത്തനവും ഒക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ സൺഡേ സ്കൂൾ കലോത്സവം ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പള്ളി തന്നെയാണ് കിടപ്പും ജീവിതവും എല്ലാം. അപ്പൊ അങ്ങനെ അച്ഛന്മാരുമായിട്ടുള്ള ഒരു വലിയ ഒരു സൗഹൃദം, അവർ ഒരുമിച്ചുള്ള യാത്രകള്, അതിന് കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു പരിശീലനം. എൻ്റെ അച്ചാച്ചൻ ചെറുപ്പത്തിൽ മരിച്ചുപോയി, അമ്മച്ചിയുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും പള്ളിയോട് വലിയ അടുപ്പം സൂക്ഷിച്ച വ്യക്തികളായിരുന്നു. അമ്മയാണെങ്കിലും ആരോഗ്യമുള്ളപ്പോഴെല്ലാം എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പോകും. പിന്നെ ജ്യേഷ്ഠനും ഒക്കെ കുർബാനയ്ക്ക് കൂടുമായിരുന്നു. അങ്ങനെയുള്ള ഒരു നല്ലൊരു അടുപ്പം ദേവാലയത്തോടും ദൈവിക കാര്യങ്ങളോടും എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ സ്വാഭാവികമായിട്ട് തന്നെ ഈ ദൈവവിളിയൊക്കെ കണ്ടെത്താനായിട്ട് എനിക്ക് സാധിച്ചു. അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഒരു വലിയ പിന്തുണയായിട്ട് മാറി. പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ കത്തീഡ്രൽ ഇടവക, പിതാവിന്റെ മാമോദീസ, കുർബാന സ്വീകരണം, പിന്നീട് തിരുപ്പട്ട സ്വീകരണം, ഒപ്പം തന്നെ മെത്രാഭിഷേകം എല്ലാം ഒരേ പള്ളിയിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തെ എങ്ങനെ നോക്കി കാണുന്നത്? മാമോദീസ തൃക്കൊടുത്താനം സെന്റ് സേവിയേഴ്സ് പള്ളിയിലായിരുന്നു ഞാൻ കുറച്ചു നാള്. ഞങ്ങളൊരു 6 വർഷം അവിടെ പോയി താമസിച്ചു. ചങ്ങനാശ്ശേരിയിൽ വീടുണ്ടായിരുന്നപ്പോഴും അവിടെ പോയി താമസിച്ചു. ആ സമയത്തായിരുന്നു എൻ്റെ ജനനമെല്ലാം. പിന്നീട് ആദ്യ കുർബാന
തുടങ്ങി സൈരലേപനം, തിരുപ്പട്ടം, മെത്രാമ്പാട്ടം എല്ലാം പള്ളിയിൽ അകത്ത് തന്നെയായിരുന്നു. മെത്രാമ്പാട്ടവും ആ ആൾക്കാരെ തന്നെ വേണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചു. കാരണം നമ്മുടെ ജീവിതത്തിൽ ഓർമ്മ വെച്ച കാലം മുതൽ ചങ്ങനാശ്ശേരി പള്ളിയിലാണ് ജീവിതം. അപ്പോ അത് ഒരു വലിയ അനുഭവമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സൺഡേ സ്കൂൾ കലോത്സവമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കത്തീഡ്രൽ പള്ളിയുടെ ചുറ്റുമാണ് ജീവിതം. രാത്രി പാതിരാ വരെ നാടക പരിശീലനം, മാർഗം കളി, പിന്നെയുള്ള എല്ലാ മത്സരത്തിനും പോയി ചേരും, കുറെ സമ്മാനങ്ങൾ കിട്ടും. അവധിക്കാലം എല്ലാം എന്തെങ്കിലും പരിപാടികൾ, മിഷൻ ലീഗിന്റെ ക്യാമ്പുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാമായിട്ട് കത്തീഡ്രൽ പള്ളിയുമായിട്ട് ചേർന്നുള്ള ഒരു വലിയ ഒരു ജീവിതം. അവിടുത്തെ കൊച്ചച്ചന്മാര്, വികാരിച്ചന്മാരുടെ ഒരു വലിയ സ്വാധീനം. അവിടുത്തെ കോൺവെന്റ് സ്കൂളിലാണ് ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പൊ ആ സിസ്റ്റേഴ്സിന്റെ ഒരു വലിയ സ്വാധീനം, ഇതെല്ലാം ജീവിതത്തിൽ ഇന്ന് ഒരു വലിയ മുതൽക്കോട്ടായിട്ട് ഞാൻ കരുതുകയാണ്. അതോടൊപ്പം പിതാക്കന്മാരുമായിട്ട് നല്ല ഒരു അടുപ്പം. ഞാൻ ഓർക്കുന്നു, പടിയറ പിതാവിന്റെ കൂടെ ഒക്കെ കുഞ്ഞുനാളിൽ കുർബാനയ്ക്ക് കൂടാനായിട്ട് എനിക്ക് വലിയ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. പടിയറ പിതാവിന്റെ കൂടെ കുർബാനയ്ക്ക് കൂടുമ്പോൾ ഇച്ചിരി പേടിച്ചൊക്കെ വേണം നിൽക്കാൻ, പക്ഷേ കുർബാനയ്ക്ക് കൂടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നീട് പൗത്യ പിതാവ് വന്നപ്പോൾ അത് കുറച്ചുകൂടി ഒരു പേഴ്സണൽ ബന്ധമായിട്ട് മാറി. പിതാവ് ഞങ്ങളെയൊക്കെ ശ്രദ്ധിക്കും, ഞങ്ങളോടൊക്കെ വർത്താനം പറയും. പിതാവിന് ഈ ദൈവവിളി പ്രോത്സാഹനം എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യം, അത് പിതാവ് നല്ല മനോഹരമായിട്ട് നിർവഹിക്കുമായിരുന്നു. ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ഇടയ്ക്ക് അരമനയിലൊക്കെ വിളിച്ച് സമ്മാനങ്ങളൊക്കെ തരികയും, പിന്നെ ക്രിസ്മസിനും ഈസ്റ്ററിനും എല്ലാം പിതാവ് കത്തീഡ്രൽ പള്ളി വന്നു കഴിയുമ്പം കൊച്ചനോട് പറയും, നമ്മുടെ അത്താര ബാലന്മാരെയും കൂട്ടി അരമനയ്ക്ക് വരണം. ഞങ്ങളെല്ലാവരും, അത് ക്രിസ്മസിന്റെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. വൈകുന്നേരം ആകുമ്പം ഇവിടെ അരമനയിൽ വരിക. അപ്പം പിതാവ് ഞങ്ങളോടെല്ലാം കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, ചില വർത്താനം പറയും, ഒരു പുസ്തകം തരും, ഒരു മിഠായി തരും. അപ്പൊ അങ്ങനെ ഒരു പിതാക്കന്മാരുമായിട്ടൊക്കെ ഉള്ള വലിയൊരു അടുപ്പം, അവരെയൊക്കെ അടുത്തറിയാൻ സാധിച്ചതും എല്ലാം ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. അതെല്ലാം കത്തീഡ്രൽ ദേവാലയവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുണ്ടായതാണ് എന്നാണ് എൻ്റെ ഒരു ചിന്ത. പിതാവ് സൗഹൃദങ്ങൾ വളരെയേറെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. പിതാവ് ഈ ആർച്ച് ബിഷപ്പായിട്ട് നിയമിതനായതിനു ശേഷം പിതാവിന്റെ സ്കൂളിൽ കൂടെ പഠിച്ചവരുടെ അഭിമുഖമൊക്കെ എടുക്കാൻ സാധിച്ചിരുന്നു. അപ്പൊ ഒരു രസകരമായിട്ട് ചില ഓർമ്മകളൊക്കെ പറയുകയുണ്ടായി. ഇപ്പം വർത്താനം പറഞ്ഞവരുടെ പേരൊക്കെ പിതാവ് മുഖം നോക്കാതെ തന്നെ ബോർഡിലൊക്കെ എഴുതി വയ്ക്കുന്നതെന്നൊക്കെ പറയുകയുണ്ടായി. അപ്പൊ ഈ സൗഹൃദങ്ങൾ എങ്ങനെയാണ് പിതാവ് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും? പലരുടെയും പേരെടുത്ത് തന്നെ പിതാവിന് പലരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ പിതാവിന് സാധിക്കും. ഓർമ്മയൊക്കെ കുറഞ്ഞു തുടങ്ങി എങ്കിലും തീർച്ചയായിട്ടും നമുക്ക് സൗഹൃദങ്ങൾ എപ്പോഴും ഒരു ആശ്വാസമാണല്ലോ. നമ്മുടെ കൂടെ ആൾക്കാരുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികളുണ്ട്, അവരെ നമ്മൾ കരുതുന്നുണ്ട്. അത് ഒരു വലിയ കാര്യമാണ്. ബന്ധങ്ങളിലൂടെയാണ് നമ്മുടെ ഒരു ജീവിതം. അതുകൊണ്ട് തന്നെ പരമാവധി ബന്ധങ്ങൾ സൂക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. എപ്പോഴും സാധിക്കത്തില്ല. ഇപ്പോഴേക്ക് ഇപ്പൊ കാണുന്ന എല്ലാരെയും ഒന്നും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. അത് ചിലപ്പോൾ അവർക്ക് സങ്കടമായിട്ട് വരും. പക്ഷേ നമ്മുടെ കാര്യം നമുക്കെല്ലാം അറിയത്തുള്ളൂ, അത് ഓർക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പരിമിതികൾ ഉണ്ടെങ്കിലും സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പിതാവിനിപ്പം 52 വയസ്സായി. ഇനി ഏകദേശം ഈ 20 വർഷത്തിലധികം ദൈവം അനുവദിക്കുകയാണെങ്കിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അങ്ങ് തീർച്ചയായും ശുശ്രൂഷയും ഇപ്പം ദൈവം അനുവദിക്കുകയാണ് തീർച്ചയായും സീറോ മലബാർ സഭയുടെ ഉന്നതമായ നേതൃത്വത്തിലേക്കൊക്കെ അങ്ങ് ഉയർത്തപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ചോദ്യം പിതാവെ, സീറോ മലബാർ സഭയെ കുറിച്ച്, ചങ്ങനാശ്ശേരി അതിരൂപതയെ കുറിച്ച്, കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ കുറിച്ചുള്ള പിതാവിന്റെ ഒരു സ്വപ്നങ്ങൾ, വരുന്ന 20 വർഷത്തേക്കുള്ള സ്വപ്നം? എന്റെ ഒരു സ്വപ്നം ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ, നല്ല അഭിമാനബോധമുള്ള ഒരു സഭാ സമൂഹമായിട്ട് നമ്മൾ മാറണം. നമ്മൾ ആരെയും എതിർക്കുന്ന വ്യക്തികളല്ല, ആരുടെ മേൽ കുതിര കയറുന്നവരല്ല. പക്ഷെ സ്വന്തം വിശ്വാസത്തെയും സ്വന്തം സഭയെയും സഭയുടെ പാരമ്പര്യങ്ങളെ കുറിച്ച് നല്ല അഭിമാനബോധമുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറണം. തല ഉയർത്തിപ്പിടിച്ച് ഞാനൊരു കത്തോലിക്കനാണ്, സീറോ മലബാർ കത്തോലിക്കനാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയാൻ സാധിക്കുന്ന വ്യക്തികൾ. അതോടൊപ്പം രൂപതയും സഭയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മ. നമ്മളൊക്കെ, ഞാൻ എപ്പോഴും ഓർക്കും, ചങ്ങനാശ്ശേരി അതിരൂപതയിൽ 80,000 കുടുംബങ്ങളുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നിന്നാൽ സാധിക്കാത്തതായിട്ട് എന്നാ ഉള്ളത് ഇവിടെ. അപ്പോ സീറോ മലബാർ സഭയിൽ എന്തെങ്കിലും കുടുംബങ്ങളാണ്, ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ. നമ്മളെല്ലാം ഒറ്റ സഭയാണെന്നുള്ള ഒരു ചിന്തയിൽ എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് നിന്നാൽ എന്താണ് നമുക്ക് സാധിക്കാത്തത്? അപ്പോൾ അത്രയും വലിയൊരു ശക്തിയാണ് നമ്മുടെ സമൂഹം. പക്ഷെ ആ ഒരു ഐക്യബോധത്തിലേക്ക് നമ്മൾ വരിക, അഭിമാന ബോധത്തിലേക്ക് നമ്മൾ വരിക, അതാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം. തീർച്ചയായിട്ടും ആ ആഗ്രഹം സൂക്ഷിക്കുന്ന ഒത്തിരി പേരുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു ആശ്വാസം. എല്ലാ ആശംസകളും പിതാവെ. ചങ്ങനാശ്ശേരി അതിരൂപതയും സീറോ മലബാർ സഭയും ഇനിയും ആത്മീയമായും ഭൗതികമായും ഉന്നതിയിലേക്ക് നയിക്കാൻ അങ്ങയുടെ ശുശ്രൂഷകൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അങ്ങയുടെ വിലയേറിയ സമയം ഷെക്കൈന ന്യൂസുമായിട്ട് പങ്കുവച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. ഷെക്കൈന ന്യൂസ് സഭയ്ക്കും സമൂഹത്തിനും ചെയ്യുന്ന ശുശ്രൂഷകൾ അത് വളരെ വളരെ വലുതാണ്. അൽമായർ ആയ
സഹോദരങ്ങൾ, വിശ്വാസമുള്ള കുറെ അൽമായരുടെ ഒരു കൂട്ടായ്മയ്ക്ക് സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഷെക്കൈന ന്യൂസ്. നിങ്ങളെ എല്ലാവരും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.